ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ലോകത്ത് 4ാം സ്ഥാനത്തായി ബാംഗ്ലൂർ. എന്തിൻ്റെ കേസിൽ? വാടകയുടെ കേസിൽ. വാടക ദിവസം തോറും കൂടി വരുവാണ്. 4ാമത്തെ കേസ് ഓൾ ഓവർ ദ വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ബാംഗ്ലൂരിൻ്റെ റേഞ്ച് മനസ്സിലാവുന്നുണ്ടല്ലേ. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. കാരണം IT ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് വാടകയും ടോപ്പിലോട്ട് കയറി പോകുന്നുണ്ട്. സോ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ട്രാഫിക്കിനും സാധിച്ചിട്ടില്ല, ഈ വാടകയുടെ നിരക്കിനും സാധിച്ചിട്ടില്ല. അവർ പറയുന്നത് വെച്ചാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഡിമാൻഡ് സപ്ലൈ ഹാൻഡ് ഇൻ ഹാൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വാടക അതിനനുസരിച്ച് ഹയർ ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി ബേസ് താമസിച്ച് കഴിഞ്ഞാലും ചില ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ 1 ലക്ഷത്തിന് അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇത്രയും കൂടുതലാണെന്ന് നമുക്ക് കേരളത്തിൽ ഒരിക്കലും താമസിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ബാംഗ്ലൂരിലെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഒരു ഫ്ലാറ്റ് എടുത്ത് നമ്മളിപ്പോൾ മേടിക്കുവാണെങ്കിൽ തന്നെ മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ EMI അടയ്ക്കുന്ന സെയിം റേറ്റ് തന്നെയാണ് നമ്മളിവിടെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവലിൽ ചിന്തിച്ച് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ല. കാരണം നമുക്ക് ഒരു പുതിയൊരു ഫ്ലാറ്റ് മേടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ വാടകയ്ക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകും. നമ്മുടെ കയ്യിൽ അവസാനം ഒരു ഫ്ലാറ്റും കാണത്തില്ല, കയ്യിൽ പൈസ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ, അതായത് ഈ പ്രൈസ്, അതായത് വാടക ഇങ്ങനെ കൂടി പോകല്ലേ. അപ്പോൾ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. കാരണം അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കേസുകളല്ല. ഇതിപ്പോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ ശരി, എത്ര ഡെവലപ്മെൻറ്റ്, എത്ര ഫ്ലൈ ഓവർ, എത്ര മെട്രോ വന്നാലും ശരിയല്ല. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ഒരു റേറ്റ് വെച്ച് കൂടി ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കൂടത്തേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഒരു IT കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി കുറേ PG വരും. PG വന്ന് പിന്നെ അവിടെ ഫാമിലീസ് താമസിക്കുന്നതിന് അവിടെ വരും. അപ്പം അവർക്ക് പുതിയ ആൾക്കാർ ബാംഗ്ലൂരിലോട്ട് ഓപ്പർച്യൂണിറ്റി നാട്ടിൽ കുറവാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അനുസരിച്ച് അപ്പോൾ അവിടുത്തെ ഡിമാൻഡ് കൂടുമ്പോൾ അവർക്ക് വേറെ സ്ഥലം അന്വേഷിച്ച് പോകാനുള്ള സാവകാശം കാണത്തില്ല. എത്രയും പെട്ടെന്ന് അവർക്ക് സെറ്റിലാവാൻ വേണ്ടിയിട്ട് അവർ വീട് നോക്കും. IT കമ്പനിക്ക് രണ്ടുപേരും ഹസ്ബൻഡ് വൈഫ് IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സെയിം കമ്പനിയിലായിപ്പോലും അതിന് ചുറ്റിപ്പറ്റിയുള്ള PGയിലേക്ക് അടുത്ത് തന്നെ അവർ പൊള്ളുന്ന വിലയാണ് ചോദിക്കുന്നത്. മിക്കവാറും മിനിമം ഒരു 30,000, 25 to 30 എന്തായാലും മിനിമം വരും. പിന്നെ അതിൽ കുറച്ചുകൂടെ നല്ല ഫെസിലിറ്റി വേണമെന്ന് പറയുന്നുള്ളൊരു 40, 50, 60 അങ്ങനെ 1 lakh വരെ ഒരു വലിയ കമ്പനിക്ക് പോകുന്നവരുണ്ട്. പിന്നെ ബാച്ചിലേഴ്സ് ആണെങ്കിൽ പ്രശ്നമില്ല, 3-4 പേര് ഒരുമിച്ച് നിൽക്കാനാണെങ്കിൽ ഈ ഒരു റേറ്റ് പ്രശ്നമില്ല. പക്ഷേ ഫാമിലിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലോങ് ടൈം സെറ്റിൽമെൻറ്റിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് 4 സ്ഥാനത്ത് നിന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ട്രാഫിക്കിൽ തന്നെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ വാടകയുടെ കേസിൽ 4ാം സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ റാങ്ക് ലിസ്റ്റ് താഴോട്ടാണ്. കാരണം ബെസ്റ്റ് പ്ലേസ് ടു ലിവ് എന്നുള്ളൊരു കൺസെപ്റ്റ്, ഒരു ഇൻഡെക്സ് കൊണ്ടുവരികയാണെങ്കിൽ അതിൽ ഏറ്റവും താഴെ ബാംഗ്ലൂരായിരിക്കും എൻ്റെ ഒരു ഇതിൽ വെച്ച്. കാരണം ഒരു റേഷ്യോ വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഗ്രാഫ് താഴെ. അപ്പോൾ നമുക്കതിൽ ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതേ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റ്, വേറെ റൂണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫ്ലാറ്റൊക്കെ വരാൻ ചിലപ്പോൾ 3-4 കൊല്ലം 5 കൊല്ലം എടുക്കും. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പ്രീ പ്ലാൻ ചെയ്യാം. ഈ ഫ്ലാറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് മാത്രമേ ഇതിലൊരു സൊല്യൂഷൻ. കാരണം നമ്മളിപ്പോൾ എത്ര നമ്മൾ സേവ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ ക്യാഷ് ഇങ്ങനെ പോകുന്നു. എല്ലാവർക്കും ഉള്ള അവസ്ഥകളാണ് ഞാൻ പറയുന്നത്. ബാംഗ്ലൂരിലുള്ള ഇനി വരാനിരിക്കുന്നവർക്കുള്ള കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ വീഡിയോ ചെയ്യുന്നത് വിചാരിച്ചത്. അപ്പം ആസ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ലിവിങ് ഹയർ സൈഡാണ്. അപ്പോൾ ഈ ഒരു റീസെൻറ്റ് റിസർച്ചിൽ ഞാൻ കണ്ടതാണ് ഈ ഏറ്റവും കൂടുതൽ വാടക ദിവസം കൂടിക്കൊണ്ടിരിക്കുന്നത്. സോ അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു റീസൺ ഇല്ല. ബട്ട് നമ്മളതനുസരിച്ച് മൈൻഡിൽ പ്ലാൻ ചെയ്യണം. എന്ത് ചെയ്യാം, വീട് മേടിക്കണോ, ഫ്ലാറ്റ് മേടിച്ച് എത്ര പൈസ കയ്യിൽ പോകും, എത്ര പൈസ മാസം പോകും, ആ മാസം തന്നെ നമുക്കിവിടെ റെൻറ്റിന് സെയിമായിട്ട് കൊടുക്കേണ്ടി വരില്ലേ. അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ബാംഗ്ലൂർ മലയാളീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്ലീസ് ഷെയർ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.